സിന്ധു നദീതീരത്ത് വിസ്തൃതമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പുരാതന നഗരമുണ്ട്. അവിടുത്തെ മണ്ണിൽ ചരിത്രത്തിന്റെ സുഗന്ധമുണ്ട്. പാലങ്ങളിൽ കാലം നടന്ന അടയാളങ്ങൾ കാണാം. വിപണികളിൽ ജീവിതം വേഗത്തിലോടുന്നു. ആ നഗരം സുക്കർ. നഗരവും ഗ്രാമീണ ജീവിതശൈലിയും ഇവിടെ സമതുലിതമായി കലർന്നിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നാഗരികതകളുടെ അടയാളങ്ങൾ ഈ പ്രദേശത്തെ പ്രത്യേകമാക്കി നിർത്തിയിരിക്കുന്നു. സുക്കർ സിന്ധിന്റെ വടക്കൻ ഭാഗത്ത് സിന്ധു നദിയുടെ പടിഞ്ഞാറൻ തീരത്താണ്. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം കാരണം ഇത് വാണിജ്യം, കൃഷി, ഗതാഗതത്തിന് പ്രധാന കേന്ദ്രമായി വളർന്നു. ഏകദേശം 5000 ചതുരശ്ര കിലോമീറ്ററിലധികം വ്യാപിച്ചു കിടക്കുന്ന ജില്ലയിൽ നഗരപ്രദേശം ചെറിയ വിസ്തീർണത്തിലാണ്. കറാച്ചി, ഹൈദരാബാദ് ശേഷം സിന്ധിൽ പ്രധാന നഗരമായി ഇതിന് അംഗീകാരമുണ്ട്. ദേശീയ ഹൈവേകൾ, റെയിൽവേ പാതകൾ ഇതിനെ പഞ്ചാബ്, ബലൂചിസ്ഥാൻ, സിന്ധിലെ മറ്റു പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടുത്തെ ജനസംഖ്യയിൽ യുവാക്കളുടെ ശതമാനം കൂടുതലാണ്. പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളേക്കാൾ അല്പം കൂടുതലാണ്. നഗരകേന്ദ്രങ്ങളിൽ ജനസാന്ദ്രത കൂടുതലാണെങ്കിൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ശാന്തമായ അന്തരീക്ഷം കാണാം. ഗ്രാമീണ ജനങ്ങൾ ഭൂരിഭാഗവും കൃഷി, കന്നുകാലി വളർത്തൽ, കൂലിപ്പണികളെ ആശ്രയിക്കുന്നു. സുക്കർ ബഹുഭാഷ, ബഹുസാംസ്കാരിക സമൂഹമാണ്. സിന്ധി, ഉറുദു, പഞ്ചാബി, സരായിക്കി, ബലൂജ് സമുദായങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. ഇത് നഗരത്തിന് പ്രത്യേക സാംസ്കാരിക നിറം നൽകുന്നു. സിന്ധു നദി സമീപം കാരണം ഭൂമി ഫലഭൂയിഷ്ഠമാണ്. ഗോതമ്പ്, പരുത്തി, ഈന്തപ്പഴം പ്രധാന വിളകളാണ്. ഈ പ്രദേശം മുഗൾ സിന്ധു വാണിജ്യത്തിന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ചുറ്റുമുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ വാങ്ങലിനും വിൽപ്പനയ്ക്കും ഇവിടേക്ക് വരുന്നു. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച സുക്കർ ബാരേജ് ഈ നഗരചരിത്രത്തിലെ നിർണായക ഘട്ടമാണ്. ആ അണക്കെട്ട് കാരണം ജലസേചന സംവിധാനം വിപുലീകരിച്ച് ലക്ഷക്കണക്കിന് ഏക്കർ സാഗുവിലേക്ക് വന്നു. നദിയുടെ നടുവിലുള്ള സാധുബേല മന്ദിർ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായി നിൽക്കുന്നു. ബുക്കർ ദ്വീപും ചരിത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ്. സൂഫി പാരമ്പര്യം ഇവിടെ ശക്തമാണ്. ദർഗകൾ, ഉർസാഘോഷങ്ങൾ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. മുഹറം സമയത്ത് വലിയ കൂട്ടങ്ങൾ ഒത്തുകൂടുന്നു. വിദ്യാഭ്യാസ മേഖലയിലും സുക്കർ പ്രത്യേക സ്ഥാനം നേടിയിരിക്കുന്നു. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സിന്ധ് മാത്രമല്ല രാജ്യവ്യാപകമായി അംഗീകാരം നേടിയിരിക്കുന്നു. യുവാക്കൾക്ക് സാങ്കേതിക, തൊഴിൽപരമായ പരിശീലനം നൽകുന്നു. ഭക്ഷണത്തിൽ നദീമീനുകൾക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. പല്ലമീൻ ഇവിടെ ഏറ്റവും പ്രശസ്തമാണ്. സുക്കർ, ഹൈദരാബാദ് പ്രദേശങ്ങളിലാണ് പ്രധാനമായി ലഭിക്കുന്ന ഈ മീൻ രുചിക്ക് പേരുകേട്ടത്. തെരുവു ഭക്ഷണങ്ങളിൽ മീൻ വിഭവങ്ങൾ വിപുലമായി കാണാം. ഷാഹി ബസാർ പോലുള്ള പഴയ വിപണികൾ നഗരത്തിന്റെ ആത്മാവിനെ പ്രതിഫലിപ്പിക്കുന്നു. ചെറിയ തെരുവുകൾ, പഴയ ശൈലിയിൽ നിർമ്മിച്ച കടകൾ, നിറമുള്ള വസ്ത്രങ്ങളിൽ ഷോപ്പിങ്ങിന് വരുന്ന സ്ത്രീകൾ ഒരു പ്രത്യേക ദൃശ്യം സൃഷ്ടിക്കുന്നു. രാവിലെ മന്ദഗതിയിൽ തുടങ്ങുന്ന വിപണി വൈകുന്നേരത്തോടെ ആഘോഷമായി മാറുന്നു. ടീ ഷോപ്പുകൾ, സമോസകൾ, സിന്ധി ബിരിയാണി മണങ്ങൾ വായുവിൽ പരക്കുന്നു. സുക്കർ പാരമ്പര്യം, അധ്വാനം, ആത്മീയത കലർന്ന നഗരമാണ്. കാലം മാറിയാലും തന്റെ പ്രത്യേക സ്വഭാവം സംരക്ഷിച്ച് മുന്നോട്ടു പോകുന്നു. സുക്കർ നഗരജീവിത ശൈലി ക്രമേണ വിപുലീകരിക്കുന്നു. പുതിയ കോളനികൾ, താമസസ്ഥലങ്ങൾ വികസിക്കുന്നു. നഗരവിപുലീകരണത്തോടൊപ്പം അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിക്കുന്നു. റോഡുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നഗരത്തിന്റെ രൂപം മാറ്റുന്നു. പഴയ സുക്കർ പ്രദേശത്ത് വീടുകൾ അടുത്തടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടത്തെ ഇടവഴികൾ ഇടുങ്ങിയതാണ്, പക്ഷേ ജീവിതം ഉത്സാഹത്തോടെ നടക്കുന്നു. ഓരോ തെരുവിലും ചെറിയ കടകൾ, തൊഴിലധിഷ്ഠിത ജോലികൾ കാണാം. സ്വർണ്ണാഭരണ നിർമ്മാണ തൊഴിലാളികൾ, മരപ്പണിക്കാർ, വസ്ത്രവ്യാപാരികൾ തങ്ങളുടെ ജോലിയാൽ ജീവിതം നയിക്കുന്നു. സുക്കറി കുടുംബ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യമുണ്ട്. മുതിർന്നവരും കുട്ടികളും ഒരുമിച്ചു താമസിക്കുന്ന പാരമ്പര്യം ഇപ്പോഴും തുടരുന്നു. സാമൂഹിക പരിപാടികൾ, വിവാഹങ്ങൾ, മതപരമായ ആഘോഷങ്ങൾ കൂട്ടമായി നടത്തുന്നു. ഗതാഗത മേഖലയിലും ഈ നഗരം പ്രധാന കേന്ദ്രമാണ്. ബസ്സുകളും ട്രെയിനുകളും നിരന്തരം സഞ്ചരിക്കുന്നു. ഇത് വടക്കൻ സിന്ധ് പ്രദേശത്തിന് പ്രവേശന കവാടമായി പ്രവർത്തിക്കുന്നു. ഇവിടുത്തെ കർഷകർ നദീജലത്തെ അടിസ്ഥാനമാക്കി കൃഷി ചെയ്യുന്നു. ജലസേചന കനാലുകൾ വിപുലമാണ്. ഉദാഹരണത്തിന് സുക്കർ ബാരേജ് വഴി ജലവിതരണം കാരണം വയലുകൾ വരണ്ടുപോകാതെ കൃഷി തുടരുന്നു. കാലാവസ്ഥ വേനലിൽ തീവ്രമായ ചൂടാണ്. ശൈത്യകാലത്ത് മൃദുവാണ്. ഈ കാലാവസ്ഥയ്ക്കനുസരിച്ച് ആളുകളുടെ വസ്ത്രങ്ങൾ, ജീവിത രീതി മാറുന്നു. സാംസ്കാരികമായി സംഗീതം, കവിത, ലോകകലകൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. പ്രാദേശിക ഉത്സവങ്ങളുടെ സമയത്ത് പാരമ്പര്യവാദ്യങ്ങൾ, നൃത്തങ്ങൾ കാണാം. സുക്കർ വികസനം നേടിയിട്ടും പഴയ ചരിത്രപരമായ രൂപം പൂർണ്ണമായി നഷ്ടപ്പെടുത്തിയിട്ടില്ല. നദീതീരത്ത് സായാഹ്നം ചെലവഴിക്കുന്നത് അവിടുത്തെ ആളുകൾക്ക് സാധാരണ ആനന്ദമാണ്. സിന്ധു പ്രവാഹം നഗരത്തിന് ജീവരക്തമായി തുടരുന്നു. സുക്കറിൽ രാവിലെ തുടങ്ങുന്ന ദൃശ്യം പ്രത്യേകമാണ്.
നദീതീരത്ത് മീൻപിടുത്തത്തിന് പോകുന്ന വള്ളങ്ങൾ ചലിക്കാൻ തുടങ്ങുന്നു. വിപണി പ്രദേശങ്ങളിൽ ടീ ഷോപ്പുകൾ തുറക്കുകയും തൊഴിലാളികൾ ദിവസവേലയ്ക്ക് തയ്യാറാവുകയും ചെയ്യുന്നു. നഗരജീവിതം വേഗത്തിൽ തുടങ്ങുന്നു. ഇവിടുത്തെ പഴയ പാലങ്ങൾ, നദി കടക്കുന്ന വഴികൾ ഗതാഗതത്തിന് നിർണായകമാണ്. സുക്കർ റോഹറി ഇടയിലുള്ള ലാൻസ്ഡൗൺ ബ്രിഡ്ജ് പ്രദേശ ചരിത്രത്തിന് ഉദാഹരണമാണ്. ബ്രിട്ടീഷ് കാലത്ത് നിർമ്മിച്ച ഈ പാലം ഇപ്പോഴും ഉപയോഗത്തിലുണ്ട്. ഇത് എഞ്ചിനീയറിംഗ് കഴിവിൻ്റെ ഉദാഹരണമാണ്. നഗരത്തിൽ സർക്കാർ ഓഫീസുകൾ, ബാങ്കുകൾ, കോടതികൾ പ്രധാനമായി കേന്ദ്രീകൃതമാണ്. അതിനാൽ ചുറ്റുമുള്ള ജില്ലകളിലെ ആളുകൾ അധികാരപരമായ ജോലികൾക്കായി ഇവിടേക്ക് വരുന്നു. ഇത് പ്രാദേശിക സമ്പദ്വ്യവസ്ഥയ്ക്ക് സഹായിക്കുന്നു. സുക്കറിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുതലാണ്. കോളേജുകൾ, സ്വകാര്യ അക്കാദമികൾ മത്സര പരീക്ഷകൾക്ക് പരിശീലനം നൽകുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികൾ ഹോസ്റ്റലുകളിൽ താമസിച്ചു പഠിക്കുന്നു. ഇത് നഗരത്തിന് യുവശക്തി നൽകുന്നു. ആരോഗ്യമേഖലയിൽ സർക്കാർ ആശുപത്രികൾക്കൊപ്പം സ്വകാര്യ ക്ലിനിക്കുകളുമുണ്ട്. അടിയന്തര സേവനങ്ങൾ ലഭ്യമാണ്. ജില്ലാതല മെഡിക്കൽ സേവനങ്ങൾക്ക് ഇത് പ്രധാന കേന്ദ്രമാണ്. വൈകുന്നേര സമയത്ത് നദീതീര പ്രദേശം ആഘോഷമാണ്. കുടുംബങ്ങൾ, യുവാക്കൾ അവിടെ പോയി സമയം ചെലവഴിക്കുന്നു. ചെറിയ കുട്ടികൾ കളിക്കുന്നു. തെരുവു വിൽപ്പനക്കാർ ചാട്ട്, മധുരങ്ങൾ, ചൂട് ടീ വിൽക്കുന്നു. പാരമ്പര്യ വസ്ത്രങ്ങളിൽ അജ്രക്, സിന്ധി തൊപ്പി പ്രധാന അടയാളങ്ങളാണ്. പ്രത്യേക അവസരങ്ങളിൽ പുരുഷന്മാർ തൊപ്പി ധരിക്കുന്നത് സാധാരണമാണ്. സ്ത്രീകൾ നിറമുള്ള വസ്ത്രങ്ങൾ, കണ്ണാടി ജോലികളോടുകൂടിയ സാരികൾ അല്ലെങ്കിൽ ദുപ്പട്ടകൾ ധരിക്കുന്നത് കാണാം. മൊത്തത്തിൽ സുക്കർ പുരാതനവും ആധുനികവും കലർന്ന നഗരമാണ്. ചരിത്രം വഹിച്ചുകൊണ്ട് വികസനത്തിലേക്ക് അടിയെടുക്കുന്നു. സുക്കറിൽ സാമൂഹിക ജീവിതം ശക്തമാണ്. ഇവിടുത്തെ ആളുകൾ പരസ്പര പരിചയത്തോടും സ്നേഹത്തോടും ജീവിക്കുന്നു. ഉത്സവകാലത്ത് തെരുവുകൾ വെളിച്ചത്തോടെ തിളങ്ങുന്നു. മതപരമായ ആഘോഷങ്ങൾ, സാംസ്കാരിക പരിപാടികൾ വലിയ തോതിൽ നടത്തുന്നു. ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളും ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു. വാണിജ്യ മേഖലയിൽ ചെറു ഇടത്തരം വ്യാപാരങ്ങൾ പ്രധാനമാണ്. ധാന്യം, പരുത്തി, ഈന്തപ്പഴം വ്യാപാരം വിപുലമാണ്. പ്രാദേശിക വിപണികൾ ചുറ്റുമുള്ള ജില്ലകളിലെ കർഷകർക്ക് പ്രധാന വിൽപ്പന കേന്ദ്രങ്ങളാണ്. ഈ വരവ് കാരണം നഗര സമ്പദ്വ്യവസ്ഥയുടെ ചലനം തുടരുന്നു. കാലാനുസൃതമായി സുക്കറിന്റെ രൂപം മാറുന്നുണ്ടെങ്കിലും തന്റെ മൂലങ്ങൾ ഉപേക്ഷിക്കുന്നില്ല. പഴയ നിർമ്മാണങ്ങൾ, നദീതീര സംസ്കാരം, പാരമ്പര്യ ജീവിതരീതി ഇപ്പോഴും വ്യക്തമാണ്. വികസനവും പൈതൃകവും രണ്ടും തുല്യമായി വഹിച്ച് ഈ നഗരം മുന്നോട്ടു പോകുന്നു. ഈ വിവരം നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ നിങ്ങൾക്കുടൻ ലഭിക്കാൻ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക.